ദിവസം കൂടെയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ചിലത് നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ, പക്ഷെ ടീച്ചറിലുണ്ട്, അത് തിയേറ്ററിൽ അല്ല ബേസിക്കലി പറഞ്ഞ സസ്പെൻസ് ഒന്നും ഇല്ല. എന്ന് പറഞ്ഞിട്ട് സസ്പെൻസ് ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് നിങ്ങൾ ഇന്നലെ ടീച്ചറിൽ കണ്ടതായിരിക്കാം ഒരു സസ്പെൻസ്. അതായത് ഇതിന്റെ ഒരു ലുക്കും കൂടെ ഉണ്ട്. അത് അഭിപ്രായം ഈ ജനഗണമന പോലെ ഒരു ഹാർഡ് കോർ സസ്പെൻസ് ഡ്രിവൻ സിനിമയല്ല. ദിസ് ഇസ് എ വെരി ലൈറ്റ് ഹാർട്ടഡ് സിനിമ. അതിൽ ഇങ്ങനെ ഒരു ലുക്ക് ഉണ്ട്, അത് വ്യക്തമാക്കണമെന്നുണ്ടായിരുന്നു. അത് ഇന്നലെ ടീച്ചർ വിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ കാണത്തുള്ളായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് അത് ഇന്നലെ നമ്മൾ വളരെ ക്ലീൻ ആയിട്ട് വിട്ടു. അത് ആക്ച്വലി ഞാൻ കണ്ടു കുറേ സിനിമകൾ ഈ പറഞ്ഞ മൈ നെയിം ഈസ് ഖാൻ, അങ്ങനത്തെ കുറേ സിനിമകളുടെ റെഫറൻസ് ആണ് എന്ന് പറയുന്നവരാണ്. സത്യം പറഞ്ഞാൽ ആ സിനിമയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് കാണണം. വേറെ ലെവൽ സിനിമയാണ് ഇത്. എനിക്കൊന്നും ഇപ്പോൾ ജനഗണമനയുടെ സമയത്ത് നമ്മൾ ഏപ്രിൽ 24 മുന്നേ അത് പറഞ്ഞു അബ്ദുൾ നസർ മദനിയുടെ കഥയാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾ ഏപ്രിൽ 22 വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം അതുപോലെ തന്നെ ഇത് ആൽഫ്രഡ് ഗോപിയുടെ കഥയാണ്. 24 മണിക്കൂർ നാളെ വരുന്നത് വളരെ ക്ലിയർ ആണ്, സിമ്പിൾ. അല്ല, അതാണ് തൊഴിലാളി ദിനത്തിൽ ശരിക്കും ഒരു പണിയെടുക്കാത്ത രണ്ടുപേരുടെ കഥയാണ് അത്. കാര്യം വളരെ ഡീപ്പ് റൂട്ടിലായിട്ട് സാധാരണക്കാരനെ റോ ആയിട്ടുള്ള മലയാളി, അവനിങ്ങനെ ലുങ്കി മുണ്ടൊക്കെ ഉള്ള സൈക്കിളിൽ നടക്കുന്നതാണ്. പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു തന്നെ അവൻ്റെ അമ്മ. അപ്പൊ അത് ലിസ്റ്റിനായാലും അന്ന് പറഞ്ഞു മെയ് 1 നമുക്കൊരു ടാർഗറ്റ്, അങ്ങനെ അതൊരു ഓപ്ഷൻ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആയി. ശരി, അതായത് സിനിമയിൽ അത് തന്നെയാവും, ഒരു പണിയില്ലാത്ത അവൻ്റെ കഥയാണ്. അപ്പൊ അത് മെയ് 1 അതാണ് ഇന്ന് പ്രസ് മീറ്റ് വെച്ചതിന്റെ മെയിൻ ഇതാണ്. പലർക്കും ഈ പറഞ്ഞ പോലെ ബുധനാഴ്ച ഒരു സിനിമ റിലീസ് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് എൻഫോഴ്സ് ചെയ്യാൻ, റീഇൻഫോഴ്സ് ചെയ്യാനാണ് നമ്മളുടെ ഉദ്ദേശം ഈ മൊമെന്റിൽ. 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. ഒരു റോസ് മോഡലിൽ വെച്ച് നമ്മൾ അറിയാം എനിക്ക് സിനിമ തന്നെയാണ്. ഞാനതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഈ സിനിമ ഇത് ഞങ്ങൾ മായം കലർത്താൻ ശ്രമിച്ചിട്ടില്ല. ഇതിൽ മായം കലർത്തി ഇത് പൊല്യൂട്ട് ചെയ്ത് ഇത് കുറച്ചുകൂടെ അങ്ങനെ നമ്മൾ ജനുവൻലി ഞങ്ങൾ ഇത് സിനിമ ആക്കുകയാണ്. അതിനൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ മലയാളികളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള സിനിമകൾ കാണാൻ ബില്ലിങ്ങാണ്. അവർ ബില്ലിംഗ് ആയിട്ടുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ ഈ സിനിമയെ മായം കലർത്തുന്നോ പൊല്യൂട്ട് ചെയ്യുന്ന കാര്യം അത് ഈ വർഷത്തെ ഈ ട്രാക്ക് വെച്ചിട്ട് ഈ പറയുന്ന മലയാളികൾക്ക് അത് കണ്ട് ഇഷ്ടമാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിട്ട് ഇതിന് പൊല്യൂട്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഞങ്ങൾ ജെന്യുവിനായിട്ട് തന്നെ 100% കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ സിനിമ ഇപ്പോഴത്തെ മലയാള സിനിമകളിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്ന ട്രാക്ക് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആയിരുന്നു 100 ദിവസം 150 ദിവസം അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ 100 കോടി 200 കോടി അങ്ങനത്തെ ഒരു ഇതാണ്. ആസ് എ പ്രൊഡ്യൂസർ എന്താണ് എക്സ്പെക്ടേഷൻ? എനിക്ക് അത്രയും കൂടെ ഒന്നും വേണ്ട. ഇപ്പോൾ നിലവിൽ ഈ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇപ്പോൾ നല്ല കണ്ടന്റ് ഓറിയന്റഡ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പൊക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫെബ്രുവരി നോക്കിയാൽ ഫെബ്രുവരി മുതൽ ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ 50 കോടിക്ക് മേളിലാണ്. ഒരു 90% സിനിമകൾ അല്ലെങ്കിൽ 95% സിനിമകൾ മലയാള സിനിമകളെല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്വീകരിക്കുന്ന ഒരു കാലമാണ്. എനിക്ക് തോന്നുന്നത് നിവിൻ്റെ സിനിമയാണ് പ്രേമമാണ് ഒരു ഔട്ട്സൈഡ് കേരള ഒരു 2 കോടി രൂപ 2.5 കോടി രൂപ ഷെയർ വന്നത്. അതാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ഒരു സിനിമ. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർ വന്ന പടമാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമിൽ ഇപ്പോൾ 4-5 കോടി രൂപ ഷെയർ വന്നു. അപ്പം ഇപ്പോൾ തമിഴായിക്കോട്ടെ തെലുങ്കായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെയൊന്നും നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുമില്ല. അത് ഒരു വലിയൊരു കാരണമാണ്. അപ്പം ഇപ്പം നമ്മൾ തന്നെ നാളെ ഈ സിനിമ ഇറങ്ങുമ്പോൾ അത്രയും സ്റ്റേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്, തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം കളക്ഷൻ കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട്. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഒരു 100 കോടി എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമല്ല. ഒരു പടം നല്ലതാണെങ്കിൽ 100 കോടി ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിട്ടിരിക്കും. ഇപ്പോൾ ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ അതുപോലും എത്ര പെട്ടെന്നാണ് 100 കോടി 150 കോടിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓഡിയൻസായി മാറിക്കഴിയും. അപ്പോൾ ആളുകൾ സ്പെൻഡിങ് മൂഡിലാണ് ചെലവഴിക്കാന്നുള്ള കാര്യം. അപ്പം ഇവൻ തന്നെ പറഞ്ഞാൽ നമ്മൾ ടൈമിങ് ഡ്യൂറേഷൻ ഇച്ചിരി കൂട്ടി വെച്ചേക്കാന്ന് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ
പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് അകത്ത് എ സിയിലാണെങ്കിൽ വന്നിരുന്നോണ്ട് നോക്കുന്നത് എനിക്ക് വിചാരിച്ചു സിനിമ കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഒരു 10 മിനിറ്റ് കൂട്ടിയില്ല 2:30 തീർക്കാവുന്ന പറഞ്ഞു. ഇതില് പുറമെ ഗോപിയെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വാസം. നിവിൻ പോളി ചെയ്തത് ഗോപിയാണ്. നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്നൊരു പ്രശ്നമാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു, നമ്മുടെ റൈറ്റർ പറഞ്ഞു മലയാളികൾ സിനിമ മലയാളത്തിൽ തന്നെ കാണട്ടെ എന്ന് പറയുന്നു. നമ്മുടെ സിനിമയ്ക്ക് പറയാൻ പുറത്ത് സ്വീകാര്യത കുറവാണ്. നമ്മുടെ വലിയ സിനിമകളാണെങ്കിൽ പോലും ഇവിടെ ഹിറ്റാവുന്ന പല സിനിമകളും ഇപ്പോൾ സ്വീകാര്യത വന്നു തുടങ്ങി, അതിപ്പോൾ ഡബ് ചെയ്തിട്ടാണെങ്കിൽ പോലും. അപ്പോൾ മലയാളി ഫിലിമിൻ്റെ നമ്മൾ മലയാളികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെയാണോ അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ അതാണോ ഈ സിനിമയുടെ ഒരു? അല്ലടാ, അതല്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരാളുടെ കഥ അയാൾ നമ്മൾക്ക് ആസ് എ മലയാളി അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും, കണക്റ്റബിൾ ആയിരിക്കും. അതല്ലാതെ അയാളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷൻ അങ്ങനത്തെ ഒന്നും ഒരു പർപ്പസ് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലൊന്നുമില്ല. നമ്മുടെ സിനിമ പ്യുവർ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശവും. ആ എൻ്റർടൈൻമെൻറ്റിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് കളിയുണ്ട്. ആൽപ്പറമ്പിൽ ഗോപി, മൽഘോഷും ഇവരുടെയൊക്കെ കളി തമാശകളൊക്കെ ചെറിയ രീതിയിലുണ്ട്. അത് കൂടാതെ അല്പം കാര്യമുള്ള സിനിമ. അതല്ലാതെ ഈ ടു മച്ച് നമ്മൾ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഒന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് അങ്ങനെ നേരത്തെ പാരിസ് പറഞ്ഞതുപോലെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ സിനിമ. ചുരുങ്ങിയ കാലത്ത് ഒരുപാട് സീനിയർ ആക്ടേഴ്സിലൂടെ ഒക്കെ ചെയ്തു. അപ്പം ഇതിൽ തന്നെ ആ ടീച്ചറിൽ എനിക്ക് കല്യാണപ്രായമായിട്ടില്ല പുതുക്കുക എന്ന് കേട്ട നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നിവിനായിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? നിവിനായിട്ട് ഈ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കൂടെ പറയാം. ഈ പടത്തിനകത്ത് എന്നോട് ആദ്യം വിളിക്കുമ്പോൾ തന്നെ എന്നോട് നിവിൻചേട്ടൻ പറഞ്ഞൊരു കാര്യം, എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഇതുപോലെയാണ്. നിവിൻചേട്ടൻ്റെ നായികയായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അത് ഇങ്ങനെ സെറ്റാവും, ഞാൻ അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ ഈ പടത്തിനകത്ത് അങ്ങനെ കെമിസ്ട്രി എന്നൊന്നും പറയത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ നമ്മൾ കൃഷ്ണ സോമിൽ കണ്ട പോലെ തന്നെ കൃഷ്ണത പറയാൻ നടക്കുന്ന ഒരു പൂവാലൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത്. ആ സോങ്ങിലുള്ള പോലെ തന്നെയാണ് പടത്തിലും ഉള്ളത്. സോ നിവിൻ ചേട്ടനാണെങ്കിലും സെറ്റിൽ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസമായിട്ടുള്ളൊരു ആളാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു ആ റാപ്പോ നൈസായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. രണ്ട് ചോദ്യം ചോദിക്കാം. ഒന്ന്, ഫസ്റ്റ് മൂവി തൊട്ട് ഈ 3 സിനിമകളും ഷാരിസ്ബ്രോനെ വട്ടം പിടിച്ചിട്ടുണ്ട്. അത് മറ്റൊരാളെ സെലക്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറവാണോ അതോ ഷാരിസ്ബ്രോനുള്ള കോൺഫിഡൻസിന് കൂടുതലാണോ? അല്ല, ബേസിക്കലി എനിക്ക് പേഴ്സണലി ഞങ്ങൾ ഒരുമിച്ച് വന്നവരാണ്, ഞാനും ഷാരിസും. അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പക്ഷേ ആ സൗഹൃദത്തിനേക്കാളും കൂടുതൽ ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നവർ പറയും എന്നോടുള്ള സൗഹൃദത്തിൻ്റെ പേരിലല്ല ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. ലിസ്റ്റിൻ എൻ്റെ സൗഹൃദത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഞാൻ പൊളിയാണെന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റിൻ കാര്യം ശരിയാണ്. ലിസ്റ്റിൻ പറഞ്ഞ ആ സിനിമ ഇത്ര പൈസ മുടക്കി, അതൊക്കെ ശരിയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ആസ് എ ഡയറക്ടർ ഞാനൊരു സിനിമ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ സോൾ നമുക്ക് കണക്റ്റ് ആവുന്നതേ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് മാത്രമാണ് അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. സൗഹൃദമല്ല ഈ പറഞ്ഞ പോലെ ഷാരിസുമായിട്ട് സൗഹൃദം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു 150 സിനിമ ചെയ്യണം. കാര്യം അവനെൻ്റെ അടുത്ത് പല കഥകളും ചർച്ച ചെയ്തിട്ടുണ്ട്. അവനെന്നെ അയച്ചത് എനിക്ക് വർക്കായില്ലേ എന്ന് അവനും ഇങ്ങോട്ട് പറയും. കാര്യം ഞങ്ങളൊരു ബന്ധമാണ്. അങ്ങനെ വർക്ക് ആവാത്തതാണോ വേറെ ചെയ്യുന്നത്? ഇല്ലില്ല, അത് അവൻ എന്നോട് പറഞ്ഞതല്ല. ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇപ്പോ നമ്മൾ ക്യൂരിലെ ഒരു പ്രൊഫസറായിട്ട് നെക്സ്റ്റ് മൂവി ജനഗണമനയിലെ പ്രൊഫസർ. അപ്പൊ അതിനിപ്പോ തള്ളനും കൊള്ളക്കാരന് പോകുമ്പോഴൊക്കെ ഉണ്ടായില്ലേ ഈ പ്രൊഫസറെ തെരഞ്ഞെടുത്തത് ബോധപൂർവ്വം എടുത്തതാണ്? അത് അങ്ങനത്തെ സിനിമയിൽ അവിടെ ഒരു ഏരിയ വന്നപ്പോൾ ഞാനത് എക്സ്പ്ലോർ ചെയ്യാൻ ഓർത്ത് എടുത്തത് മാത്രമാണ്. രണ്ടാമത്തെ ഒന്നുമില്ല. ശരി, ഇല്ല, ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അത് വന്നു ചേർന്നതാണ്. അത് എല്ലാവർക്കും ഒന്നുമില്ല. ഇപ്പം ഇതിനകത്ത് പ്രോമോ ചെയ്തതിൽ ഞാൻ ഡയറക്ടറായിട്ടല്ല, സിമ്പിൾ. വേറെ ഷാരിസ്